എല്ലാ കറിക്കും ഓൾമോസ്റ്റ് എല്ലാ കറിക്കും ഒരേ കണക്കുള്ള മസാലകളാണ് വേണ്ടത്. അപ്പോൾ അത് ചിക്കൻ കറിക്കായാലും കിഴങ്ങ് കറിക്കായാലും പരിപ്പ് കറിക്കായാലും കടലക്കറിക്കായാലും ഒന്ന് അനുമോള് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം സെയിം ആണെന്ന് പറഞ്ഞപ്പം ശാരിയൊക്കെ ഏവി പറയുകയാണ്, ഞാനിവിടെ ഉള്ളപ്പം വെളുത്തുള്ളി ഒന്നും ഇല്ലായിരുന്നല്ലോ, ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ശരിക്ക് പറയാം, നിൻ്റെ പാചകം ചെയ്യുമ്പോൾ നീ ഒരു എക്സ്പീരിയൻസ് കുക്കഡാണെന്ന് തോന്നും. ഞാൻ വീട്ടിലെല്ലാം ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് ഇത്രയും പേർക്ക് ചെയ്യുമ്പോൾ കൈ വിറക്കുകയൊക്കെ ചെയ്യും. അതൊരു അത്ഭുതം തന്നെയാണ് അനുമോള. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തർക്കിക്കുന്നതെന്ന് സരിക പറയുന്നു. അടുക്കള കയറാത്ത ഒരാൾക്ക് എങ്ങനെ അത്ര കോൺഫിഡൻസ് കിട്ടുന്നതെന്ന് KB. അനുമോള് പറഞ്ഞു, അതാ ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല, അറിയാതെ തന്നെ ഞാൻ കയറുന്നത്. ഒന്ന് പോടെ അവിടെ നിന്ന് വേറെ ആരോടെങ്കിലും പോയി പറ. അപ്പം പിന്നെ നിങ്ങൾ സംസാരിക്കില്ലെന്ന് അനുമോള് പറയുന്നു. അനുമോൾ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്തിനാണ് ശാരിക വീണ്ടും ചോദിക്കുക. എനിക്കറിയാവുന്ന പറയുന്ന ഒരു നല്ല കാര്യമല്ലേ, അതെന്താ മനസ്സിലാക്കാത്തത്? ചേച്ചി ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാമെങ്കിൽ ഞാൻ അറിയാമെന്ന് പറയും. ഈ ഡ്രാമ ഉണ്ടല്ലോ നന്നായിട്ട് ചേരുന്നുണ്ട്, കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ശാരിക അങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇവരൊക്കെ എന്തിനു വന്നോന്നും അറിയത്തില്ല ദൈവമേ. ശാരിക പോയി കഴിഞ്ഞപ്പോൾ അനുമോൾ അവരോടൊക്കെ പറയുകയാണ്, അമ്മയും ചേച്ചിയൊക്കെ വന്നപ്പോൾ പറഞ്ഞാണ് അത്ഭുതം തോന്നുന്നു നീ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണുമ്പോഴെന്ന്. എനിക്കെന്തോ ഇവരെയൊക്കെ വിശ്വസിപ്പിച്ചിട്ട് എനിക്കെന്ത് ചെയ്യാൻ? ആരും ഒന്നും മിണ്ടുന്നില്ല. സരിക, നൂറ, ബിൻസി, മുൻഷി, എന്ത് കിട്ടാനാണ്? കുക്കിംഗ് ടീമിൽ നിന്ന് വല്ലതും കിട്ടാൻ പോകുന്നുണ്ടോ? എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അറിയത്തില്ല അവർക്ക് എന്താ പ്രശ്നമൊന്നും. എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ അത് വിശ്വസിക്കാൻ പറ്റുന്നത്? എനിക്കറിയാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാമെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ഏതാണ്ട് തരാൻ പോകുന്നു, അല്ലെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ എനിക്ക് കുക്കിംഗ് ടീമിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ പോകുന്നു. ഇത് എന്തിൻ്റെ പ്രശ്നമാണ് ഇവർക്കൊക്കെ? എന്നോടെന്താണ് എല്ലാവർക്കും ഈ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഉടനെ മുൻഷി ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ സത്യമല്ലാന്ന് തോന്നിപ്പോകുന്നു. അത് എൻ്റെ പ്രശ്നമല്ലെന്ന് പറയുമ്പോൾ ആരുടെയും പ്രശ്നമല്ല, അത് പറയുന്ന ആളുടെ പ്രശ്നമാണെന്ന് മുൻഷി. നമ്മൾ പറയുന്നത് അത് കൊള്ളാം. അപ്പം മുൻഷി സത്യമായിട്ട് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ സംശയം തോന്നത്തില്ലല്ലോ. എനിക്ക് എൻ്റെ വീട്ടിലെ കിച്ചന് കയറാൻ പോലും തോന്നത്തില്ല, പിന്നെ എങ്ങനെ ഞാൻ പറയാനാ? അത് ശരിയായിരിക്കും അനുമോളെ, പക്ഷേ നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ, ഒരു പ്രാഥമിക കാര്യങ്ങളെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ നിന്നെ സംശയിക്കത്തില്ല. അടുക്കള കയറിയില്ല എന്ന് പറഞ്ഞിട്ട് അറിയില്ല എന്നുള്ളതിന് അർത്ഥമില്ലെന്ന് മുൻഷി. മഞ്ഞളും ഉലുവയും എല്ലാം എനിക്കറിയാം. അതിലേക്ക് വന്ന് ഇളക്കുമ്പോൾ നീ പറഞ്ഞില്ല അവർ ഇളക്കിയാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ വന്ന് ഇളക്കത്തില്ലേ? അതൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ മാതിരി മനസ്സിലാവുന്നു. നീ അടുക്കള കയറുന്നില്ലായിരിക്കാം, നിങ്ങൾ അമ്മയുണ്ടായിരിക്കും, ചേച്ചി ഉണ്ടായിരിക്കാം, നിനക്ക് സമയമില്ല, അതുകൊണ്ട് നിനക്ക് അറിയില്ല എന്ന് പറയുന്നത് അത് കാര്യമില്ലെന്ന് മുൻഷി. ബിൻസി പറയുന്നത്, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു, കുക്കിംഗ് അല്ല ഇവിടുത്തെ പ്രശ്നമെന്ന്. അവൾ സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെന്നാണ് പറയുന്നതെന്ന് ബിൻസി പറയുക. ഉടനെ മുൻഷി, അനുഭവം പഠിച്ചതും കുക്കിംഗ് പഠിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുക്കിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് പഠിക്കുക എന്നാണ്, അല്ലാതെ അനുഭവം പഠിക്കുന്നത് ഒരു സ്കില്ലല്ലെന്ന് മുൻഷി. ഞാനെല്ലാം പഠിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ കിട്ടുന്നത്? അതാണ് അവർക്ക് വേണ്ടത്. എനിക്കിപ്പോൾ ഒരു സാധനം അവരുണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കും. സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കും. സാമ്പാറിൽ എന്തൊക്കെ ഇടുമെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമില്ലേ? അതേപോലെ എനിക്കും അറിയാം. രസം ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ രസം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തൊരു കാര്യമാണ് ബിരിയാണി ഉണ്ടാക്കാൻ, പക്ഷേ ഞാൻ ഉണ്ടാക്കും. എന്നോട് പറഞ്ഞാൽ ഞാനത് ഉണ്ടാക്കും. പല പ്രാവശ്യവും പല ആൾക്കാരായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ് കുക്കിങ്ങിൻ്റെ പറയുന്നത്. ഞാൻ എന്തിനാണ് കള്ളം പറയേണ്ട കാര്യം? എനിക്കെന്താണ്? സാബുമോനായിട്ടൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന് അനുമോൾ പറയാം. ശൈത്യൻ്റെ കാര്യമാണ് ബിന്നി പറഞ്ഞത്. എനിക്കറിയില്ല ചേച്ചി എന്ന് അനുമോൾ പറയുന്നു. അനുമോളെ ഇവർക്കൊക്കെ കുറ്റം പറയാൻ വേറെ ഒന്നുമില്ല. അനുമോൾ ഒരാളെ പറ്റിയുള്ള കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുന്നില്ല. അനുമോൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അനുമോൾ ആരുടെയും കയ്യിൽ നിന്നൊന്നും തട്ടിപ്പറിക്കുന്നില്ല, പിടിച്ചു വാങ്ങുന്നില്ല. അനുമോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഗെയിം കളിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നില്ല. ഇവർക്കെല്ലാം ഇതുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനെ അനുമോളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനൽ